നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി കണക്ഷനിലിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ നമുക്ക് നോക്കാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഓറക്കിൾ മെസ്സേജ് തുടങ്ങാം. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കാർഡ് കർമ്മയുടെ കാർഡാണ്. എന്നുവെച്ചാൽ കർമ്മഫലം, നിങ്ങൾ എന്താണോ കൊടുത്തിട്ടുള്ളത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾക്കിപ്പോ നല്ല സമയമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നേച്ചറിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള നല്ല കാര്യങ്ങളുടെ ഫലമാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത്. അതല്ല, നിങ്ങൾക്കിപ്പോ ചീത്ത സമയമാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങള്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഫലങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പോസിറ്റീവും നെഗറ്റീവും എന്താണ് കൊടുത്തിരിക്കുന്നത് അതാണ് തിരിച്ചു വരുന്നത് എന്നാണ് പറയുന്നത്. എപ്പോഴും പോസിറ്റീവ് കൊടുക്കാൻ ശ്രമിക്കുക, അപ്പൊ നമുക്ക് തിരിച്ച് പോസിറ്റീവ് കാര്യങ്ങൾ വരും കേട്ടോ. ഭഗവാനെ ഓം നമഃ ശിവായ. ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന്റെ എന്താണ് ഇപ്പോഴത്തെ എനർജി? എനർജി ചോദിക്കുമ്പോ ഈ കാർഡൊക്കെ പിന്നെയും വന്നോളൂ, നമുക്ക് നോക്കാം. നിങ്ങൾ തമ്മിലുള്ള എനർജി, വിവാഹ ബന്ധം അവസാനിച്ചു എന്നുള്ളൊരു, നിങ്ങൾ തമ്മിലുള്ള ആ കണക്ഷൻ അവസാനിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു അത് ഇമോഷണൽ ഇമ്മെച്യൂരിറ്റി ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ വളരെ അത്ര ഇരുത്തം വന്ന ഒരു ബന്ധമല്ല, മനസ്സിലായോ? അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട്. ഡെത്ത് കാർഡും മാരേജ് കാർഡും വന്നിട്ടുണ്ട്. മാരേജ് അവസാനിച്ചു, അതിന്റെ ഇമോഷണൽ പ്രശ്നങ്ങളിൽ കൂടിയാണ് പോകുന്നത്. അപ്പൊ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ നിങ്ങളോടുള്ള ബന്ധം ഓൾമോസ്റ്റ് അവസാനിച്ചിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് അവസാനിച്ചു, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചു കഴിഞ്ഞു. വ്യക്തി നിങ്ങളെ വിട്ടു പോയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുശേഷമുള്ള ഇമോഷണലി ഭയങ്കര ഇമ്മച്യൂർഡ് ആയിട്ട് ഒരാൾ ആ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ തമ്മിൽ ഒരാളുമായിട്ട് ഇഷ്ടമായിരുന്നു, അയാള് വേണ്ട, റിലേഷൻഷിപ്പ് വേണ്ട, ഞാൻ വേറൊരാളുമായിട്ട് ഇഷ്ടമാണ്, ഞാനിപ്പോ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുകയാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടും മറ്റേ ആൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ സമ്മതിക്കില്ല, ഈ വ്യക്തി അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ പ്രാർത്ഥനയായി, പുറകെ നടക്കലായി, തേർഡ് പാർട്ടിയെ വിളിച്ച് വഴക്ക് പറയലായി, ആകെ ബഹളത്തിലാണ് ഈ റിലേഷൻഷിപ്പ്. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി. ഇത് ടോറസ് ആണ്, ഇത് സ്കോർപിയോ ആണ്. അപ്പൊ ഇവിടെ ഒരു ഇമോഷണൽ പ്രശ്നങ്ങളാണ്. അപ്പൊ ബഹളം, ഭയങ്കരമായ ബഹളം ഉണ്ടാവുന്നുണ്ട്. ഒരാള് ഇത് കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഇത് നടക്കില്ല, ഞാൻ നിങ്ങളെ വേറൊരാൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചിരിക്കുന്ന ആള്. അപ്പൊ ചിലപ്പോ ഈ വ്യക്തി നിങ്ങളിൽ നിന്നൊരു ഡിവോഴ്സ്, കല്യാണം കഴിച്ചവരാണെങ്കിൽ ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും അത് കൊടുക്കില്ല എന്ന ഒരു ഇതിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ്? ഈ വ്യക്തി ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണെന്നാണ് പറയുന്നത്. ഒരു കാർഡ്, ഒരു രണ്ട് കാർഡ് താഴെ വീണത് ഞാനൊന്ന് എടുക്കുകയാണത്.
ഈ റീഡിങ് എടുക്കുന്നത് ആർക്കൊക്കെയോ ഇഷ്ടപ്പെടുന്നില്ല, അപ്പൊ അതുകൊണ്ട് എന്നെ പണിയെടുപ്പിക്കുക. കുഴപ്പമില്ല. ഇവിടെ ഒരു ലവ്, അപ്പൊ നിങ്ങൾ തമ്മിൽ ലവ് മാരേജ് ആയിരുന്നു, അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് അതുകൊണ്ടാണോ? അത്ര ചിലപ്പോ വീട്ടുകാരെ എല്ലാം എതിർത്തിട്ടായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കയറിയത്. മനസ്സിലായോ? അപ്പൊ ഈ വ്യക്തിയുടെ ഇപ്പൊ സിറ്റുവേഷൻ എന്താന്ന് നോക്കുമ്പോൾ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ അവസാനിച്ചതിൽ ഈ വ്യക്തിക്ക് വളരെയധികം റിഗ്രറ്റ് ഉണ്ട്, ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇവിടെ അവസാനിച്ചതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ബന്ധം ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. എനിക്ക് ഇതിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ് ഞാൻ, എനിക്കിനി തിരിച്ച് ബന്ധത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വ്യക്തി ഈ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തത്. ഇവിടെ ഇനി എനിക്കൊന്നും ഈ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഒരു നല്ലൊരു ബന്ധം പോസിബിൾ അല്ല. മനസ്സിലായോ? വളരെ ആഗ്രഹിച്ചാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വന്ന് കയറിയത്. പക്ഷെ ആ ബന്ധം എങ്ങനെ അവസാനിച്ചു, ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, എനിക്ക് അതിൽ വളരെ ദുഃഖമുണ്ടെന്ന് ഈ വ്യക്തി പറയുന്നുണ്ട്. ഈ വ്യക്തിക്ക് വളരെയധികം ഹൃദയവേദനയുണ്ട് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയതില്. പക്ഷെ ഈ വ്യക്തി പറയുന്നത് എനിക്ക് ഇനി ഒന്നും, കാരണം ഇവിടെ ഒരു കോഡിപെൻഡൻസി, ഇവിടെ ഇഷ്ടംപോലെ പൈസയുള്ള ഒരാള് നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ എന്താന്ന് പറയുക, ഇന്നത്തെ കാലത്ത് എന്താന്ന് വെച്ചാല്, പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ മുഖ്യ മാരേജ് ചെയ്തു സെറ്റിൽ ആയി എന്നാണ് നമ്മൾ പറയുക. ഇപ്പൊ ആരും സെറ്റിൽ ആവുന്നില്ല. വിവാഹം ഒരു സെറ്റിൽമെന്റ് ആയിട്ട് ആരും കാണുന്നില്ല. ഇപ്പോ സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരും ജോലി ചെയ്യണമെന്നാണ്. കാരണം ഒരാളുടെ ജോലി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കുട്ടികളും ഇന്നത്തെ എക്സ്പെൻസ് അത്രയും ഉണ്ട്. അപ്പോ മെജോറിറ്റി ആണുങ്ങൾക്കും ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം എന്നൊരു ചിന്തയുണ്ട്. അതുപോലെ സ്ത്രീകളാണെങ്കിലും സ്ത്രീകൾ ജോലി ചെയ്യുന്നവരാണ്, ഭർത്താവും അതുപോലെ ജോലി ചെയ്യണം എന്ന് ആഗ്രഹം. ചില പുരുഷന്മാർക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമില്ല, ചില സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമില്ല. അങ്ങനെ മീൻസ് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ആളും ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്തവരുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ ആദ്യമൊക്കെ അത് രസമാണെങ്കിലും എക്സ്പെൻസ് കൂടി കഴിയുമ്പോൾ അതൊരു പ്രശ്നത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമാണ് കാണുന്നത്. ഈ വ്യക്തിയുടെ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളെ ഈ വ്യക്തി കാണുന്നത്. അത് ഈ വ്യക്തി ആദ്യം തന്നെ നിങ്ങളോട് പല കാര്യങ്ങളും കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളും കൂടി എനിക്കൊന്ന് ഒരു സഹായമാകണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും നടക്കാതെ വന്നത് കൊണ്ടാണ്. മനസ്സിലായോ? ഇങ്ങനെ ഒരു, പിന്നെ അതുമല്ല, നമ്മൾ ഇന്നത്തെ കാലത്ത് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം എന്ന് വെച്ചാല്, നമ്മളെ ഇന്ന് സ്നേഹിക്കുന്ന ആള് നാളെ നമ്മളെ സ്നേഹിക്കണം എന്നില്ല. കാരണം സമയം മാറുന്നത് പോലെ ആൾക്കാരുടെ സ്വഭാവവും മാറിക്കൊണ്ടിരിക്കും, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതനുസരിച്ച് ഇന്ന് നമ്മളുമായിട്ട് വളരെയധികം സ്നേഹത്തിരിക്കുന്ന ആള് നാളെ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടില്ലായിരിക്കും ആൾക്ക്. മനസ്സിലായോ? അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മള് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായിരിക്കണം എപ്പോഴും. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് അതേ നമ്മൾക്ക് ജീവിതം മുമ്പോട്ട് പോകാൻ അതേ ഒരു വഴിയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് പലരും പലതും പ്രതീക്ഷിച്ചിരുന്നു. അപ്പോ ചിലപ്പോ നിങ്ങള് ഇപ്പോ ജോലി ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരു ജോലിക്ക് തയ്യാറാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കോച്ചിങ് ഒക്കെ വ്യക്തി നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാം. ചില ഭർത്താക്കന്മാര് ഭാര്യമാര് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഭാര്യമാര് ഭർത്താക്കന്മാര് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവര് ഫോഴ്സ് ചെയ്ത് അവരെ കോച്ചിങ്ങിനൊക്കെ വിടും. അവർ തന്നെ പൈസ ചെലവാക്കി ഭാര്യയെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിനെ പഠിപ്പിക്കുകയോ ഒരു ജോലിയിലേക്ക് വേണ്ട വഴിയൊക്കെ തുറന്നു കൊടുക്കുകയോ അവർക്ക് ജോലി പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. ഈ വ്യക്തിയും അതുപോലെ എല്ലാം ട്രൈ ചെയ്തു. പക്ഷെ നിങ്ങൾ അതിനൊന്നും നിന്നില്ല, നിങ്ങൾ മടി പിടിച്ചിരുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. വേറെയും പല കാര്യങ്ങളും ഈ വ്യക്തി പറയുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് പൊതുവെ ഒരു മടിയുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഡിപ്പെൻഡൻസി ആണെന്നാണ് പറയുന്നത്. നമ്മൾ തോളോട് തോള് ഒരു കാര്യം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, ജീവിതമാണെങ്കിലും എന്താണെങ്കിലും തോളോട് തോള് ചേർന്ന് വേണം പോകാനായിട്ട്. ഒരാളുടെ പുറകെ നടക്കുന്നത് പണ്ടായിരുന്നു, ഇപ്പൊ അത് വേണ്ട. കാലം മാറിയതനുസരിച്ച് നമ്മളുടെ കോലവും നമ്മളുടെ സ്വഭാവവും മാറണം. എന്നാലേ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം നഷ്ടബോധമാണെന്ന് പറയുന്നത്, വളരെയധികം ഡിസപ്പോയിന്റഡ് ആണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ. അതുകൊണ്ടാണ് ഈ വ്യക്തി രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്.
സ്നേഹം കൊണ്ട് മാത്രം ഇവിടെ കാര്യമൊന്നുമില്ല. വേറെ പ്രാക്ടിക്കൽ ആയിട്ട് നോക്കുമ്പോൾ ഇത് ഈ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ബന്ധമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് മനോവേദനയുണ്ട്. പക്ഷേ ഇനി റിലേഷൻഷിപ്പ് പറ്റില്ല. സ്നേഹത്തിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ റിലേഷൻഷിപ്പ് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ വളരെയധികം സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഈ വ്യക്തി രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകുകയാണ്. ഈ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഈ വ്യക്തി മുമ്പോട്ട് പോകുകയാണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. നിങ്ങൾക്ക് വളരെ സങ്കടമാവുണ്ടെന്ന് അറിയാം, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ കാലം. നമ്മൾക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ചോദ്യം നമ്മളുടെ, ഇപ്പൊ നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താണ് നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ്? നിങ്ങള് ഇവിടെ ഈ വ്യക്തി പറയുന്നത് ചാരിയറ്റ് എന്ന് പറഞ്ഞ മൂവ്മെന്റ് ആണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ശരി, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ ജീവിതത്തിന്റെ ഇപ്പൊ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാള്, എനിക്ക് ഇന്ന നിലയിൽ പോകണം, എനിക്ക് ഇത്രയും പൈസ സമ്പാദിക്കണം, ജോലിയിൽ എനിക്ക് ഇങ്ങനെ പ്രൊമോഷൻ വേണം എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരാളാവുമ്പോൾ അയാളുടെ കൂടെയുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അതിനനുസരിച്ച് ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ അതനുസരിച്ച് ഉയർന്നില്ലെങ്കിൽ നമ്മൾ ഇവരെ പുറകോട്ട് വലിക്കാൻ ശ്രമിക്കും. ഈ മുമ്പോട്ട് കുതിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി. ഈ വ്യക്തി, നിങ്ങളും ഈ വ്യക്തിയുടെ തോളോട് തോള് ചേർന്ന് അതുപോലെ തന്നെ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി. പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പറയുന്നത്, ഈ കാര്യം നിങ്ങളെ കാണാൻ മോശമല്ല, എല്ലാ കാര്യമുണ്ട്, പക്ഷെ എന്നാലും നിങ്ങള് അങ്ങോട്ട് നിലവാരം ഉയർത്തുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ വ്യക്തി പറയുന്നത്, എന്റെ ഒപ്പം വരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് നിന്റെ ഭാരം ചുമക്കാൻ പറ്റില്ല. നീയും കൂടെ രണ്ടുപേരും തുഴയുകയാണ്. അപ്പൊ ആ വ്യക്തിയുടെ മുതുകത്ത് കയറിയിരുന്ന് ഈ വ്യക്തി തന്നെ തുഴഞ്ഞുകൊണ്ട് പോകുമ്പോൾ നിങ്ങള് ഈ വ്യക്തിയുടെ മുതുകത്താണ്, ഈ വ്യക്തിയാണ് തുഴയുന്നത്, ഭാരമാണ് നിങ്ങൾ. അതേസമയം നിങ്ങളും സെപ്പറേറ്റ് ആയിട്ട് തുഴഞ്ഞ് ഈ വ്യക്തിയുടെ ഒപ്പം നിങ്ങളും തുഴഞ്ഞുകൊണ്ട് പോകുകയാണെങ്കിൽ മുമ്പോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ ജീവിതം സുഗമമാണ്. മനസ്സിലായോ? ഒരാളെ ഭാരം മുതുകത്ത് വെച്ച് തുഴയുന്നതും ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു പോകുന്ന വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ മുതുകത്തിരിക്കുകയാണ് ഈ വ്യക്തിയുടെ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളുടെ സ്വഭാവത്തിലോ ജീവിത വീക്ഷണത്തിലോ ഒന്നും നിങ്ങൾ മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളായത് കൊണ്ടാണ് ഈ വ്യക്തി, ഇനി എനിക്ക് ഈ ഭാരം ചുമക്കാൻ പറ്റില്ല, അത് എനിക്ക് എന്റെ ആ ഗോളിൽ എത്തണം, അത് നിങ്ങളുടെ കൂടെ പോയാൽ നടക്കില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് ചോദിക്കുമ്പോൾ ഇതിപ്പോ ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. ഷുവർ ആണ്, നമ്മൾ തേർഡ് പാർട്ടി റീഡിംഗ് ആണ് ഈ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. ഈ തേർഡ് പാർട്ടിയെ നിങ്ങളെയും കൂടെ നിങ്ങളുടെ വ്യക്തി കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ടാണ് ഈ വ്യക്തി മുമ്പോട്ട് പോകുന്നത്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇപ്പൊ കറന്റ്ലി വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് സ്നേഹത്തിലാണ്, തേർഡ് പാർട്ടിയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. കാരണം നിങ്ങള് അത്രയും അങ്ങോട്ട് എന്താ പറയാ, തേർഡ് പാർട്ടി അത്രയും നിങ്ങള് അത്ര അഡ്വാൻസ്ഡ് അല്ലെന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡിവോഴ്സ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ജീവിതവുമായിട്ട് ഈ വ്യക്തി മുമ്പോട്ട് പോകുമെന്നാണ് ഈ വ്യക്തി പറയുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എന്ത് ആക്ഷൻ ആണ് ഇനി എടുക്കുന്നത്? ക്യാൻസർ, സോഡിയക് സൈൻ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. തേർഡ് പാർട്ടി ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് ഭയങ്കര അട്രാക്ഷൻ ആണ്, തേർഡ് പാർട്ടിയോട് സ്നേഹമുണ്ട്. തേർഡ് പാർട്ടിയെയാണ് നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങളുടെ വ്യക്തി കാണുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് എന്ത് ആക്ഷൻ ആണ് നിങ്ങളുടെ വ്യക്തി ഇനി എടുക്കാൻ പോകുന്നത്? ഇനി എന്ത് ആക്ഷൻ ആണ്? വ്യക്തി നിങ്ങളോട് ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ അടുത്തത് അത് പറയാൻ പോകുന്നുണ്ട്. എന്ത് ആക്ഷൻ ആണ് വ്യക്തി എടുക്കാൻ പോകുന്നത്? ഈ വ്യക്തി ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ നിങ്ങളോട് കൺഫേം ചെയ്തിട്ടില്ല തേർഡ് പാർട്ടിയുടെ കാര്യമെങ്കിൽ ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ കാര്യം നിങ്ങളോട് വന്ന് പറയും, എനിക്ക് ഇങ്ങനെ ഒരാളോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് തരണമെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയും. സീക്രട്സ് ഒക്കെ ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് സത്യസന്ധമായിട്ട് ഈ വ്യക്തി ഡിസ്കസ് ചെയ്യുമെന്നാണ് പറയുന്നത്.
അപ്പോ ഫിനാൻഷ്യലി നിങ്ങളോട് ഇൻഡിപെൻഡന്റ് ആവണം. ഇനി നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇപ്പൊ തന്നെ നിർത്തിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഈ വ്യക്തി നിർത്തിയിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വഴി കണ്ടുപിടിക്കണം എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ പറയാതെ തന്നെ നിങ്ങൾക്ക് തരുന്ന ഫിനാൻഷ്യൽ ഹെൽപ്പ് അത് നിർത്തിയിട്ടുണ്ടാവും ഈ വ്യക്തി ഓൾറെഡി. അപ്പൊ ഇനി വ്യക്തി നിങ്ങളോട് വന്ന് പറയും, ഞാൻ നിനക്ക് ഇനിയുള്ള ജീവിതം നിങ്ങൾ നോക്കിക്കോണം, എനിക്ക് നിങ്ങളുമായിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ല, ഞാൻ തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാം, ഞാൻ മാസാമാസം തരുന്ന എമൗണ്ട് ഞാൻ തരില്ല എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയും. നിങ്ങളോട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, ഇനി ഈ വ്യക്തിയെ എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യണ്ട എന്ന് ഈ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയും. ഇവിടെ 3 of Wands കാണിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളോട് പറയും, എനിക്ക് ഫ്യൂച്ചറിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്ക് ഇനി പറ്റില്ല, പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യണം, എനിക്ക് എന്റെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകണം. തേർഡ് പാർട്ടിയുടെ കാര്യം വ്യക്തി നിങ്ങളോട് തുറന്ന് പറയുമെന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിലും ഇപ്പൊ ഓൾറെഡി നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് വന്ന് തുറന്ന് പറയുമെന്നാണ് പറയുന്നത്. കാരണം വ്യക്തിക്ക് മുമ്പോട്ട് പോകണം, അതിനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തി ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം, തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കണം. ഇതാണ് വ്യക്തിയുടെ ഇപ്പോഴത്തെ മനസ്സിലുള്ള കാര്യം, നിങ്ങളോട് തുറന്നു പറയുമെന്നാണ് പറയുന്നത്. Virgo, Pisces, Taurus, Leo, Aquarius, Scorpio, Cancer, zodiac sign ആണ് പറയുന്നത്. Taurus, Scorpio, ഇത്രയും zodiac sign ആണ് ഇവിടെ കണ്ടത്. ഇതോടുകൂടി ഇന്നത്തെ റീഡിംഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ റീഡിംഗ് കേട്ടപ്പോൾ പലർക്കും സങ്കടമായിട്ടുണ്ടാവും, ക്ഷമിക്കണം, കണ്ട കാര്യം പറഞ്ഞതാണ്. അപ്പോ ഒരാൾക്ക് നമ്മളെ വേണ്ടാന്ന് വെച്ചാലും മനസ്സോട് തീരുമാനിച്ചാലും നമ്മൾ എന്ത് ചെയ്താലും അയാളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ മനസ്സമാധാനത്തിന് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.